ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള 7 ജീവികൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപും ഇന്നും മനുഷ്യൻ കാരണം അനേകം ജീവിവർഗങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ വംശനാശം സംഭവിച്ചു എന്ന് നാം കരുതുന്ന ഇവ മനുഷ്യരിൽ നിന്ന് ഒളിച്ച് ഇന്നും എവിടെയെങ്കിലും അതിജീവിക്കുന്നുണ്ടാകുമോ? അതുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള 7 നശിച്ചുപോയ ജീവികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയത്. നമ്പർ 7, പിങ്ക് ഹെഡഡ് ഡക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തലയിലെ മനോഹരമായ പിങ്ക് നിറമാണ് ഇവയെ മറ്റ് താറാവുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവിടങ്ങളിലെ ജലാശയങ്ങളിൽ ഈ അപൂർവ ഇനം താറാവുകൾ സമൃദ്ധമായി കാണപ്പെട്ടിരുന്നു. പക്ഷേ ഈ മനോഹരമായ താറാവുകളുടെ വംശനാശത്തിന്റെ കാരണങ്ങൾ എന്താണ്? കാണാൻ ഏറെ ഭംഗിയുള്ളവയായിരുന്നെങ്കിലും ഇവ എപ്പോഴും ഒരു അപൂർവ കാഴ്ചയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന അമിതമായ വേട്ടയാടലും കൃഷിക്ക് വേണ്ടി ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കപ്പെട്ടതും ഈ പക്ഷികളുടെ എണ്ണം ക്രമാതീതമായി കുറച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ മനോഹര ജീവികൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. 1949 ഇന്ത്യയിൽ അവസാനമായി ഇവയെ സ്ഥിരീകരിച്ച രീതിയിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇവയ്ക്ക് വംശനാശം സംഭവിച്ചുവെന്നാണ് ലോകം കരുതിയത്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വടക്കൻ മ്യാൻമാറിലെ ഉൾപ്രദേശങ്ങളിൽ ഇവയെ കണ്ടതായി മത്സ്യത്തൊഴിലാളികളും കർഷകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ വിശ്വസനീയമാണെങ്കിലും ഇവയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ദുർഘടമായ പാതകൾ. ഇവ ഉണ്ടെന്ന് കരുതപ്പെടുന്ന മ്യാൻമാറിലെ ഒറ്റപ്പെട്ട ചതുപ്പ് പ്രദേശങ്ങളിൽ എത്തിച്ചേരുക എന്നത് ഏറെ പ്രയാസകരമാണ്. മറ്റൊരു കാരണം ഇവ രാത്രിയിൽ സജീവമാകുന്ന സ്വഭാവമുള്ളവയാണ്. ഇരുട്ടിൽ ഇവയെ നിരീക്ഷിക്കുക എന്നത് ഗവേഷകർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ഇവയെ വംശനാശം സംഭവിച്ചവ എന്ന് പ്രഖ്യാപിക്കാത്തത്. പകരം ഇവയെ അതിതീവ്രമായ വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നെങ്കിലും ഈ പിങ്ക് സുന്ദരന്മാർ നമ്മുടെ മുൻപിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നമ്പർ 6, ജാപ്പനീസ് വൂൾഫ്. ജാപ്പനീസ് വൂൾഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കാണുന്ന വലിയ ഗ്രേ വൂൾഫിനെ പോലുള്ള ഒരു മൃഗമെന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ജാപ്പനീസ് വൂൾഫ് അതിനേക്കാൾ ചെറുതും വ്യത്യസ്തവുമായ ഒരു ഇനമായിരുന്നു. ഇവ ജപ്പാനിലെ ഹോൺഷു, ഷിക്കോക്കു എന്നീ ദ്വീപുകളിലാണ് പ്രധാനമായും ജീവിച്ചിരുന്നത്. ജപ്പാനിലെ പുരാതന സംസ്കാരത്തിൽ ഈ വൂൾഫുകൾ ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഗ്രാമങ്ങളെ കാക്കുന്ന രക്ഷാധികാരികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കാര്യങ്ങൾ പൂർണ്ണമായി മാറി. ജപ്പാനിൽ റേബീസ് രോഗം വ്യാപകമായതോടെ വൂൾഫുകളെ മനുഷ്യർക്കും കന്നുകാലികൾക്കും ഭീഷണിയായ ജീവികളായി കണക്കാക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ സർക്കാർ നേരിട്ട് വൂൾഫുകളെ കൊല്ലുന്നതിനായി പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചു. ഈ കൂട്ടവേട്ടയും രോഗവ്യാപനവും ചേർന്നാണ് ജാപ്പനീസ് വൂൾഫ് വംശനാശത്തിന്റെ വക്കിലെത്തിയത്. ജാപ്പനീസ് വൂൾഫിന്റെ അവസാനമായി സ്ഥിരീകരിച്ച കൊലപാതകം 1905 അതിനുശേഷം ഈ ഇനം ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായെന്നാണ് ശാസ്ത്രലോകത്തിന്റെ ഔദ്യോഗിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ IUCN ജാപ്പനീസ് വൂൾഫിനെ വംശനാശം സംഭവിച്ച ജീവിയായി രേഖപ്പെടുത്തി. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ജപ്പാനിലെ ഒറ്റപ്പെട്ട മലനിരകളിലും കാടുകളിലും ഗ്രാമവാസികൾ അസാധാരണമായ നായയെപ്പോലുള്ള ഒരു മൃഗത്തെ കണ്ടതായി നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇവരുടെ വിവരണം പ്രകാരം ഈ ജീവിക്ക് സാധാരണ നായയേക്കാൾ നീളം കൂടിയ കാലുകളും മൂർച്ചയുള്ള മുഖവും അസാധാരണമായ കുരച്ച ശബ്ദവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി വംശനാശം സംഭവിച്ച ജീവിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജാപ്പനീസ് വൂൾഫ് ഇന്നും ജപ്പാനിലെ ഏറ്റവും വലിയ മൃഗമിസ്ട്രികളിലൊന്നായി തുടരുകയാണ്. മെഗലോഡോൺ. സമുദ്രങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കടൽ രാക്ഷസൻ. ഏകദേശം 2.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഹിമയുഗം ആരംഭിച്ച കാലഘട്ടത്തിലാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചതെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ ഒരു ജീവി വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? അസാധ്യമായ കാര്യമാണെന്ന് കരുതുന്നവർ സീലാകാന്ത് എന്ന മത്സ്യത്തിന്റെ കഥ അറിയാം. ദിനോസറുകളുടെ കാലത്ത് തന്നെ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ ഈ ആഴക്കടൽ മത്സ്യം 1938 ദക്ഷിണാഫ്രിക്കൻ തീരത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അങ്ങനെയെങ്കിൽ മെഗലോഡോണും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകുമോ? പലരും വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രെഞ്ചിന്റെ ഇരുളടഞ്ഞ ആഴങ്ങളിൽ മെഗലോഡോൺ ഇന്നും ജീവിക്കുന്നു എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ അതിന് സാധ്യത കുറവാണ്. കാരണം മെഗലോഡോണുകൾക്ക് അവിടുത്തെ അതിഭീകരമായ ജലസമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. കൂടാതെ അത്രയും തണുത്ത വെള്ളത്തിൽ ഇത്രയും വലിയൊരു ജീവിക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ ലഭിക്കില്ല എന്നതും ഒരു വസ്തുതയാണ്. എങ്കിലും ചില നിഗൂഢതകൾ ബാക്കിയുണ്ട്. 1875
HMS ചാലഞ്ചർ നടത്തിയ സമുദ്ര പര്യവേക്ഷണത്തിനിടെ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മെഗലോഡോണിന്റേതെന്ന് കരുതുന്ന വലിയ പല്ലുകൾ ലഭിച്ചിരുന്നു. ഇവയ്ക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമില്ലെന്നും താരതമ്യേന പുതിയതാണെന്നും ചിലർ വാദിക്കുന്നു. നമ്മുടെ സമുദ്രത്തിന്റെ 95% ഇന്നും മനുഷ്യർക്ക് അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ഒളിച്ചിരിക്കുന്നുവെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാനാവില്ല. തൈലസിൻ. ഇതിന്റെ പേര് കേട്ട് ഇതൊരു പക്ഷിയാണെന്ന് കരുതരുത്. തൈലസിൻ ഒരു മാർസുപ്പിയൽ അഥവാ സഞ്ചി മൃഗമാണ്. കങ്കാരുക്കളെ പോലെ വയറ്റിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ സഞ്ചിയുള്ള ഈ ജീവികൾ പുറത്തെ വരകൾ കാരണം ടാസ്മേനിയൻ ടൈഗർ എന്നും അറിയപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയയുടെ തെക്ക് ഭാഗത്തുള്ള ടാസ്മേനിയ ദ്വീപിലായിരുന്നു ഇവ പ്രധാനമായും കാണപ്പെട്ടിരുന്നത്. 1800കളിൽ ബ്രിട്ടീഷുകാർ ടാസ്മേനിയയിൽ എത്തിയതോടെയാണ് തൈലസിനുകളുടെ കഷ്ടകാലം തുടങ്ങിയത്. കന്നുകാലികളെ ഇവ വേട്ടയാടുന്നു എന്ന് വിശ്വസിച്ച് ബ്രിട്ടീഷുകാർ ഈ ജീവികളെ വ്യാപകമായി കൊന്നൊടുക്കി. ഇതിനായി സർക്കാർ പ്രതിഫലം അല്ലെങ്കിൽ ബൗണ്ടി പോലും പ്രഖ്യാപിച്ചിരുന്നു. വെറും 100 വർഷങ്ങൾക്കുള്ളിൽ ആ വംശം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് മൃഗശാലയിൽ തടവിലാക്കപ്പെട്ട അവസാനത്തെ തൈലസിന്റെ ദൃശ്യങ്ങളാണ്. ബെഞ്ചമിൻ എന്നു പേരുള്ള ഈ തൈലസിൻ 1936 ഹോബാർട്ട് മൃഗശാലയിൽ വെച്ച് മതിയായ പരിചരണം ലഭിക്കാതെയാണ് ചത്തത്. അതോടെ ഔദ്യോഗികമായി ഈ വർഗത്തിന് വംശനാശം സംഭവിച്ചു. എങ്കിലും പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. 2019 ഒരു അപരിചിതൻ പകർത്തിയ ചിത്രങ്ങൾ തൈലസിൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിന് വലിയൊരു സൂചന നൽകുന്നുണ്ട്. മാത്രമല്ല 1936 ശേഷം ടാസ്മേനിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തൈലസിൻ നോക്കിയാൽ അതിനെ കണ്ടെത്തിയ കാടിന്റെ ഉള്ളിൽ നിന്നായിരുന്നു ആ ചിത്രങ്ങൾ കിട്ടിയത്. ഉൾവനങ്ങളിൽ ഇവ ഇന്നും ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്ന് പല വിദഗ്ധരും വിശ്വസിക്കുന്നു. ഗ്ലിപ്റ്റോഡോൺ. ഒരു ചെറിയ കാറിന്റെ വലിപ്പമുള്ള ജീവനുള്ള ഒരു യുദ്ധടാങ്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1000 കിലോയിലധികം ഭാരം, പാറ പോലെ കട്ടിയുള്ള പുറംതോട്, വാലിൽ മുള്ളുകൾ നിറഞ്ഞൊരു ഭീമാകാരമായ ഗദ. ഇവിടെ പറഞ്ഞു വരുന്നത് ഗ്ലിപ്റ്റോഡോണിനെ കുറിച്ചാണ്. ദക്ഷിണ അമേരിക്കയിലെ പുൽമേടുകളിൽ ഒരു കാലത്ത് വിഹരിച്ചിരുന്ന ഈ ജീവി ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതമായിരുന്നു. ഇന്നത്തെ അർമാഡില്ലോകളുടെ പൂർവികനായിരുന്നു ഗ്ലിപ്റ്റോഡോൺ. എന്നാൽ ഒരു സാധാരണ അർമാഡില്ലോയേക്കാൾ 10 ഇരട്ടി വലിപ്പവും അതിഭീകരമായ രൂപവുമായിരുന്നു ഇവയ്ക്ക്. 1000-ലധികം ചെറിയ അസ്ഥിഫലകങ്ങൾ ചേർന്നുണ്ടാക്കിയ ഈ കവചം ഏത് ക്രൂരനായ വേട്ടക്കാരന്റെ പല്ലുകളെയും നഖങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായിരുന്നു. ഗ്ലിപ്റ്റോഡോണിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഭാഗം അതിന്റെ വാലായിരുന്നു. ഏകദേശം 1 മീറ്റർ നീളമുള്ള മുള്ളുകൾ നിറഞ്ഞ ഇതിന്റെ വാൽ മധ്യകാലഘട്ടത്തിലെ യോദ്ധാക്കൾ ഉപയോഗിച്ചിരുന്ന ഗദ പോലെയായിരുന്നു. ശത്രുക്കളുടെ എല്ലുകൾ തകർക്കാൻ ഈ വാലിന് കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കരുത്തനായ ഈ ജീവിക്ക് വംശനാശം സംഭവിച്ചത്? ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഐസ് യുഗം അവസാനിച്ചപ്പോഴുണ്ടായ കാലാവസ്ഥാ മാറ്റവും മനുഷ്യരുടെ വേട്ടയാടലുമാണ് ഇവയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയത്. സ്റ്റെല്ലേഴ്സ് സീ കൗ. പേരിൽ പശു എന്നുണ്ടെങ്കിലും ഇവയ്ക്ക് പശുക്കളുമായി യാതൊരു ബന്ധവുമില്ല. അതിശയിപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ കരയിൽ വസിക്കുന്ന ഇവയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആനകളാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയും ആനകളെ പോലെ ഭീമാകാരന്മാരായിരുന്നു. ഭീമാകാരമായ വലിപ്പമുണ്ടായിരുന്നെങ്കിലും സ്റ്റെല്ലേഴ്സ് സീ കൗ തികച്ചും സൗമ്യരായ സസ്യഭുക്കുകളായിരുന്നു. റഷ്യയ്ക്കും അലാസ്കയ്ക്കും ഇടയിലുള്ള ബെറീംഗ് കടലിലായിരുന്നു ഇവ പ്രധാനമായും കാണപ്പെട്ടിരുന്നത്. ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളിൽ കടൽ പായലുകൾ തിന്നു ജീവിച്ചിരുന്ന ഈ ജീവികൾക്ക് വെള്ളത്തിനടിയിലേക്ക് പൂർണ്ണമായും മുങ്ങാൻ കഴിയില്ലായിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. മനുഷ്യന്റെ കടന്നുകയറ്റം എങ്ങനെ ഒരു വർഗത്തെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കും എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണിത്. 1741 യൂറോപ്യന്മാർ ഈ ജീവികളെ ആദ്യമായി കണ്ടെത്തുന്നത്. എന്നാൽ കണ്ടെത്തി വെറും 27 വർഷങ്ങൾക്കുള്ളിൽ, അതായത് 1768 ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു. മാംസത്തിനും കൊഴുപ്പിനും വേണ്ടിയുള്ള അമിതമായ വേട്ടയാടലാണ് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇവയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയത്. ഔദ്യോഗികമായി ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു എന്ന് പറയപ്പെടുമ്പോഴും ചില നിഗൂഢതകൾ ബാക്കിയുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം തിമിംഗല വേട്ടക്കാരായ ഒരു സംഘം ഈ ഭീമൻ സീ കൗവിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ 2014 ഗ്രീൻലാൻഡിന്റെ തീരത്ത് നിന്ന് ഇവയുടേതെന്ന് സംശയിക്കുന്ന ചില ഫോട്ടോകൾ പ്രചരിച്ചിരുന്നു. എങ്കിലും അവ വളരെ അവ്യക്തമായതിനാൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സേബർ ടൂത്ത് കാറ്റ്സ്. ഹിമയുഗത്തിലെ ഏറ്റവും ഭീകരരായ വേട്ടക്കാർ. സേബർ ടൂത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സ്മൈലോഡോൺ ആണ്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് മനുഷ്യന്റെ കടന്നുകയറ്റമാണ്. മനുഷ്യർ ഈ ജീവികളുടെ പ്രധാന ഇരകളെ വേട്ടയാടി പിടിക്കാൻ തുടങ്ങിയതോടെ ഭക്ഷണത്തിനായി നടന്ന മത്സരത്തിൽ ഈ ഭീമൻ പൂച്ചകൾക്ക് വംശനാശം സംഭവിക്കുകയായിരുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല.
ആഫ്രിക്കയിലെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്നിവിടങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ ഇന്നും എൻഡി ടൈഗർ എന്നൊരു നിഗൂഢ ജീവിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവരുടെ വിവരണം അനുസരിച്ച് ഈ ജീവിക്ക് സാധാരണ സിംഹത്തേക്കാൾ വലിപ്പമുണ്ട്. അതിലുപരി ഇതിന്റെ താടിയെല്ലിൽ നിന്ന് താഴേക്ക് വളർന്നു നിൽക്കുന്ന കൊമ്പുകൾ പോലുള്ള വലിയ 2 പല്ലുകളുമുണ്ട്. എൻഡി ടൈഗർ ഇരകളെ പിടിക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. കാട്ടുപോത്തുകളെയും വലിയ സസ്യഭുക്കുകളെയും വേട്ടയാടിയ ശേഷം അവയുടെ കഴുത്ത് കീറി ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെടാറുണ്ട്. പഴയകാലത്തെ സേബർ ടൂത്ത് പൂച്ചകളും ഇതേ രീതിയിലായിരുന്നു വേട്ടയാടിയിരുന്നത്. ഗോത്രവർഗ്ഗക്കാരുടെ വിശ്വാസ്യത പരിശോധിക്കാനായി ശാസ്ത്രജ്ഞർ സിംഹം, കടുവ, പുള്ളിപ്പുലി എന്നിവയുടെ ചിത്രങ്ങൾക്കൊപ്പം സേബർ ടൂത്ത് പൂച്ചയുടെ ചിത്രവും കാണിച്ചു കൊടുത്തു. മറ്റെല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ അവർ സേബർ ടൂത്ത് ക്യാറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾ കണ്ടത് ഇതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആഫ്രിക്കയിലെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത നിബിഡ വനങ്ങളിൽ വംശനാശം സംഭവിച്ചു എന്ന് നാം കരുതുന്ന സേബർ ടൂത്ത് പൂച്ചകളുടെ ഏതെങ്കിലും പുതിയ വർഗം ഇന്നും അവശേഷിക്കുന്നുണ്ടാകുമോ? സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബറും ഈ ചാനലിനെ ഒരുപാട് ഇതുപോലുള്ള നല്ല വീഡിയോകൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകും. പിന്നെ ഭാഗം 1 കണ്ടില്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള 7 ജീവികൾ ഭാഗം 1.